രണ്ടാമതിൽ പറയാനുള്ളത് PC ജുവലേഴ്സ് ആണ്. PC ജുവലേഴ്സ് ഞാൻ അത്ര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയല്ല. കഴിഞ്ഞ ക്വാർട്ടറിൽ അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 63% ഉണ്ടായിരുന്നു. ഈ ക്വാർട്ടറിൽ നോക്കിയാൽ അത് 37% കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അപ്ഡേറ്റ് വന്ന കമ്പനികളിൽ ഏറ്റവും കുറവ് റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്ന PC ജുവലേഴ്സിനാണ്, 37%. പിന്നെ അതുപോലെ തന്നെ കമ്പനിയിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡെപ്റ്റിന്റെ ബാങ്കുകളായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ അത് കഴിഞ്ഞ 2024 അത് ക്ലിയർ ചെയ്തിരുന്നത്. ഇപ്പോൾ അവർ ഏകദേശം അവിടുന്ന് അവരുടെ ഡെപ്റ്റ് ഏകദേശം 68% കുറച്ചിട്ടുണ്ട്. അവർക്ക് നെറ്റ് ഡെപ്റ്റ് ഫ്രീ ആകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കമ്പനിയിൽ ഞാൻ കൂടുതലായിട്ട് ഇൻട്രസ്റ്റഡും അല്ല. സെയിം ടൈമിൽ അവർ ഈ പറഞ്ഞ പോലെ പെർഫോമൻസും ആ ഒരു രീതിയിൽ, അതായത് ബാക്കിയുള്ള കമ്പനികളുടെ അത്ര രീതിയിൽ കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ നോക്കിയാൽ 63, അതിന് മുമ്പിൽ നോക്കിയാൽ 80% ആ ഒരു രീതിയിൽ ഗ്രോത്ത് വന്നിരുന്നു. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഒരു നോർമലൈസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് അവർ എത്രയാണ് പെർഫോം ചെയ്യുന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് റിസ്കിയർ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങനെ കുറേ ഇഷ്യൂസ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ PE റേഷ്യോ നോക്കിയാലും ഏകദേശം 12 PE റേഷ്യോ കിടക്കുന്നത്. കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ ഉള്ളൂ. കാരണം